ആ ഹൊറർപ്പടം കണ്ണേന്റെ ടെൻഷൻ തുരു മാറിയില്ല. എന്ത് തേങ്ങയോടോ ഞാനത് കാട്ടിക്കൂട്ടി. എന്താ സംഭവിച്ചെന്ന് ഇപ്പം എനിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ആ ഉഗാണ്ട പടം അതേപോലെ എടുത്ത് ഇവിടെ ചെയ്തതാ. ഉഗാണ്ടയിൽ ആ പടം ഭയങ്കര വിജയമാണല്ലോ. ഇവിടെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഉഗാണ്ട ചെയ്തത് നല്ല സംവിധായകനാ, ബുദ്ധിയുള്ള സംവിധായകനാ. ഉഗാണ്ട സിനിമയിൽ ഒരു മാറ്റവും ഇനി വരുത്തിയിട്ടില്ല. അല്ല, വരുത്തിയെന്ന് ചോദിച്ചാൽ പിന്നെ ഇനി എന്തും എൻ്റെ ബായിന്ന് 90 കോടിയാ. ഇനി മനസ്സിലാക്കണോ? ഞാൻ അന്നേരെ പറഞ്ഞിട്ടുണ്ട് മൊയ്തൂക്കാന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് ഇനി. സാറേ, നമുക്ക് ഇതിൻ്റെ നഷ്ടം തീർക്കാൻ പെട്ടെന്ന് നമുക്ക് മറ്റൊരു പടം ചെയ്താലോ? എന്നെ പൊറാട്ടി കഴിഞ്ഞാ മറ്റേ ബുൾഗാൻ താടി. എടാ, നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി വരെ. ഡിഗ്രി ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചോനാ. പടം പൊട്ടി എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എങ്ങനെ? ഇവിടെ പടം തുടങ്ങുന്നതിന് മുമ്പേ പടത്തിൻ്റെ അകത്തുള്ള ഗ്രാഫിക്സും സംഗതികളും തീർത്ത് ഞാൻ ആൾക്കാരോടുള്ള ചാനലുകാരായിട്ട് തീർത്ത് വിളിച്ചു പറഞ്ഞാൽ പിന്നെ പടം പൊട്ടൂലടോ. പൊട്ടൂലേ? സാർ, അത് സാറും പറഞ്ഞിട്ടുണ്ടല്ലോ, പഴങ്കഞ്ഞിൻ്റെ കാര്യമൊക്കെ സാറും പറഞ്ഞല്ലോ. ഇവിടെ പഴങ്കഞ്ഞിൻ്റെ കഥ നിങ്ങൾ പറയുന്ന സമയത്ത് ആവേശത്ത് പറഞ്ഞു അല്ലേ? അതിന് കാരണം നിങ്ങളല്ലേ? ഇവിടെ അമേരിക്കേൻ്റെ അകത്ത് മറ്റേ എന്തിനേനും പറയാ യക്ഷീൻ്റെ ഒരു പല്ലില്ലേ, അത് വാങ്ങിയ കാര്യം പറയാൻ വേണ്ടി ഇഞ്ഞൂടെ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാടെ വിളിച്ചു പറഞ്ഞേ? നായകനാ പറഞ്ഞ. നായകൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ നായകന്റെ കത്തിക്കും ഞാൻ പുൽക്കാൻ തടിയാണ്. ഇങ്ങോട്ടോക്കടോ, തിന്നാ എടുക്കിഞ്ഞി ഇത് കണ്ട് വെട്ട് കണ്ടിക്കിഞ്ഞി. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഞാൻ. ഡ്രഗ്സ് ഡീല്, കൊട്ടേഷൻ പണി, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയ പൈസയത് 90 കോടിയാ. 90 കോടിയായിട്ട് നടിപ്പിച്ച് നീ മനസ്സിലാക്കണം. ചേലക്കോ വന്നിന് ഇവിടെ ചേലക്കലേ മാറ്റി കളിയാ. എടാ, 2 ആളെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് പുഷ്പം പോലെ ഇറങ്ങിപ്പോന്നെ. 2 ആളെ കൊന്നിട്ട് സത്യനെ കൊണ്ട് പടവും ചെയ്യിച്ചിട്ട് അടുത്ത പടം ചെയ്യണേ കൊട്ടേഷൻ ചെയ്യണം എനിക്ക്. അത് ഇന്നേ ഞാൻ കൊല്ലും. എന്റെ ജയിലിൽ പോയിട്ട് പുഷ്പം പോലെ ഇറങ്ങിപ്പോയി സത്യനെ കൊണ്ട് പടവും ചെയ്യും ഞാൻ. അതിനെ കൂടെ ചെയ്യിക്കരുത്. എനിക്ക് പറഞ്ഞ മനസ്സിലായിക്കാ. ക്ഷമിക്കണം സാറേ, പറ്റിപ്പോയി. എടാ, ഈ പടത്തിന്റെ പേരിൽ എന്തെല്ലാം ഞാൻ എൻ്റെ അടുത്ത് എത്ര പൈസ നീ തട്ടിക്കൂടെ എൻ്റെ അടുത്ത്? ഇന്റെ ഓളെ പ്രസവത്തിന്റെ പൈസ വരെ ആസ്പത്രിക്ക് ഞാനില്ലടോ കൊടുത്ത്. ഒരു കുഞ്ഞിന്റെ ഒരു കുപ്പായം വരെ കൊടുത്തിട്ടുണ്ടോ? ഉളുപ്പില്ലാണ്ട് ചിലക്കം പൊന്നിനായിരുന്നു. ഈ ജുബ്ബ ഞാൻ എടുത്ത് തന്നല്ലോ. ജുബ്ബ ഇനിയിപ്പോ പടത്തിന്റെ പേരിൽ വാങ്ങിച്ചാലേ ജുബ്ബ? എന്റെ കൊട്ടേഷൻ പിള്ളർ തിയേറ്ററിൽ പോയി സിനിമ ഉണ്ട് എന്നിട്ട് എന്നെ വിളിച്ചു ചോദിക്കുക, വവ്വാലൊക്കെ പറക്കുന്ന സമയത്ത് ഇതൊരു ഫീലും കിട്ടുന്നില്ല, കമ്പ്യൂട്ടറാന്ന് മുമ്പേ പറഞ്ഞില്ലേ? കുറെ ഇന്റർവ്യൂവിൽ പോയി ചിലച്ചില്ലല്ലോ. ഓലെ മുമ്പ് പെടണ്ട കേട്ടോ. ഇത് കണ്ടോ, സിഗരറ്റ് കത്തി തീർന്നു.